നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജന പൊതുവാൾ. 2026 മാർച്ച് 23 മുതൽ മാർച്ച് 29 വരെയുള്ള കാലഘട്ടം ഓരോ കൂറുകാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെ ജനന സമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും ആഴ്ചയുടെ പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കഴിവിലൂന്നി പ്രവർത്തിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കുക. പങ്കാളിത്ത കച്ചവടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം മിതമായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഉത്തമമായിരിക്കും. പ്രണയിതാക്കൾക്ക് ഈ വാരം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്ന വാരമാണിത്. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അമിതമായ മാനസിക സമ്മർദ്ദമോ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുക. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. അമിത ശുഭാപ്തി വിശ്വാസം കാണിച്ച് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി തലയിടുന്നത് ഒഴിവാക്കുക. ആഴ്ചയുടെ അവസാന പകുതിക്കു ശേഷം കാര്യങ്ങൾ അനുകൂലമാണ്. തിങ്കളാഴ്ച ദിവസം അല്പം ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുള്ള വാരമാണിത്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം നല്ലതാണ്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പ്രണയിതാക്കൾക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണിത്. പങ്കാളിയുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനപ്രയത്നം വേണ്ടിവരും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണ് സംബന്ധമായോ കഴുത്ത് സംബന്ധമായോ ചെറിയ ബുദ്ധിമുട്ടുകൾ അവഗണിക്കരുത്. ആത്മവിശ്വാസം വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. യാത്രകൾ ഗുണകരമാകും. അമിതമായി വാശി ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ സഹായിക്കും. രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും.
ജോലിയിൽ ചെറിയ തടസ്സങ്ങളോ അധിക ജോലിഭാരമോ അനുഭവപ്പെട്ടേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതിയോടെ തൊഴിൽപരമായ സമ്മർദ്ദം കുറയും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങാനും അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാനും സാധ്യത കാണുന്നു. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായ പരിശോധന നടത്തുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ ജാഗ്രത വേണം. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വലിയ സാമ്പത്തിക റിസ്കുകൾ ഈ വാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിത ചിലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കരുതി വയ്ക്കുക. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള വാരമാണിത്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമാകും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ അല്പം താമസം നേരിട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെട്ടേക്കാം. കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അലർജിയോ ഉള്ളവർ അല്പം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും സമയം കണ്ടെത്തുക. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ചില പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനകാൽ പൂയം ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആഴ്ചയുടെ അവസാന പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ജോലിയിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യത കാണുന്നു. കരിയറിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വ്യാപാരത്തിൽ പടിപടിയായുള്ള പുരോഗതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിർന്നവരുടെയും പരിചയസമ്പന്നരുടെയും ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ശത്രുക്കളുടെ ശല്യം കുറയും. അപ്രതീക്ഷിതമായി പണം കൈവശം വന്നു ചേരാം. പഴയ കടങ്ങൾ വീട്ടിത്തീർക്കാൻ സാധിക്കും. എന്നാൽ ആഴ്ചയുടെ അവസാന പകുതിയിൽ ചില അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പമുണ്ടാകും. എങ്കിലും അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കുക. വിവാഹ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുള്ള വാരമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കായിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. അലർജി, കഫക്കെട്ട് എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങൾ വേഗത്തിലാകും. യാത്ര ഗുണകരമായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ അമിതമായി വിശ്വസിക്കരുത്. വ്യാഴാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ കർമ്മരംഗത്ത് പുരോഗതിയും അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും സഹപ്രവർത്തകരുടെ പിന്തുണയും പ്രതീക്ഷിക്കാം. ദീർഘകാലമായി കാത്തിരിക്കുന്ന സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന വാരമാണിത്. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. വിപുലീകരണ പ്രവർത്തനം നടത്താൻ അനുയോജ്യമായ സമയമാണ്. സാമ്പത്തികമായി മികച്ച നിലയിലായിരിക്കും.
പഴയ കുടിശ്ശികകൾ ലഭിക്കാനും ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധനലാഭത്തിന് നേരിയ സാധ്യത കാണുന്നു. എങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. പ്രണയിതാക്കൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. വിവാഹാലോചനകൾ ആലോചിക്കുന്ന അവിവാഹിതർക്ക് വിവാഹം തീരുമാനത്തിലാക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. രക്തസമ്മർദ്ദമോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉള്ളവർ അല്പം ശ്രദ്ധിക്കുക. കണ്ണിന് ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. നേതൃത്വ പാഠവും തെളിയിക്കാൻ അവസരം ലഭിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. അമിത ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരെ അവഗണിക്കുന്നത് ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മിതവേഗത പാലിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ ആരാധിക്കുന്നതും സൂര്യഗായത്രി മന്ത്രമോ ആദിത്യഹൃദയ മന്ത്രമോ ജപിക്കുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിക്കൂറുകാർക്ക് ഈ വാരം സമാധാനവും കാര്യവിജയവും നിറഞ്ഞതായിരിക്കും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടും. കരിയറിൽ പുതിയ അവസരങ്ങൾ തേടിവരും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിൽ സ്ഥിരതയുണ്ടാകും. ചെറിയ തോതിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. കച്ചവട പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വിപണികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. എങ്കിലും അനാവശ്യ ചിലവുകൾ വരാതെ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. പ്രണയബന്ധങ്ങൾ സുഗമമായി മുന്നോട്ടു പോകും. ചെറിയ യാത്രകൾ കുടുംബത്തോടൊപ്പം പദ്ധതിയിടും. വിവാഹ കാര്യങ്ങളിൽ നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. ആഗ്രഹിച്ച രീതിയിലുള്ള ബന്ധങ്ങൾ ഒത്തുവരാൻ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന വാരമാണിത്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കാലുകൾക്കോ കൈകൾക്കോ ഉണ്ടാകുന്ന ചെറിയ വേദനകൾ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമം ശീലിക്കുക. വാക്കുകൾക്ക് മറ്റുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കും. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ബുധനാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ആഴ്ച തുലാക്കൂറുകാർക്ക് പൊതുവെ സമാധാനവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടിയെടുക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കാൻ സാധ്യത കാണുന്നു. ദൂരയാത്രകൾ തൊഴിൽ സംബന്ധമായ ആവശ്യമായി വന്നേക്കാം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വിപണിയിൽ നിങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ സാധിക്കും. പുതിയ പാർട്ട്ണർഷിപ്പ് കരാറുകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം ശുഭകരമാണ്. കിട്ടാനുള്ള പണം പിരിഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടും. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭം ഉണ്ടായേക്കാം. എങ്കിലും കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ മറ്റോ ആയി പണം ചിലവാകാൻ സാധ്യത കാണുന്നു. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും. ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ മാനം വർദ്ധിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള വാരമാണിത്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും.
വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദികൾ ലഭിക്കും. കലാസാഹിത്യ മേഖലയിലുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും അമിതമായ യാത്രകൾ കാരണം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. നടുവേദനയോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളിലും ഈ ആഴ്ച പൂർത്തിയാക്കാൻ സാധിക്കും. പെട്ടെന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ വീഴരുത്. പണമിടപാടുകളിൽ അല്പം ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വാരം നിങ്ങൾക്ക് കഠിനാധ്വാനത്തിൻ്റെയും അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളുടെയും സമയമാണ്. ജോലിയിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട വാരമാണിത്. സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങളുടെ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം തേടിത്തരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാം. ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കുകൾ നടത്തുന്നതിനു മുമ്പ് പലതവണ ആലോചിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ അനുകൂലമായ സമയമാണ്. വരുമാനം തൃപ്തികരമായിരിക്കും. എങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വീട് പണിക്കോ വാഹന അറ്റകുറ്റപ്പണികൾക്കോ ആയി പണം ചിലവഴിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബന്ധം ദൃഢമാകാൻ സഹായിക്കും. വിവാഹ സംബന്ധമായ ചർച്ചകളിൽ പെട്ടെന്നൊരു തീരുമാനം എത്താൻ പ്രയാസകരമായിരിക്കും. തടസ്സങ്ങൾ മാറാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് പുതിയ പ്രൊജക്റ്റുകളിൽ തിളങ്ങാൻ സാധിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുക. ഉറക്കക്കുറവിനോ ശരീരവേദനയോ അനുഭവപ്പെട്ടേക്കാം. വിശ്രമത്തിന് സമയം കണ്ടെത്തുക. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. മുതിർന്ന വ്യക്തികളിൽ നിന്നുള്ള ഉപദേശം കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ പോകരുത്. അത് ദോഷകരമായിരിക്കും. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണം വർദ്ധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സ്ഥലം മാറ്റത്തിനോ ആനുകൂല്യങ്ങൾക്കോ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് മികച്ച സമയമാണ്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അനുഭവ സമ്പന്നരുടെ ഉപദേശം തേടുക. കൃത്യമായ പ്ലാനിംഗ് ലാഭമുണ്ടാക്കാൻ സഹായിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അപ്രതീക്ഷിതമായി ചില പഴയ കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വാരാവസാനം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണിത്. പരസ്പര വിശ്വാസം വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ വൈകിയവർക്ക് ഉചിതമായ ആലോചനകൾ വരാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ സന്ധിവേദനയോ മൂലമുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു.
ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. കാര്യവിജയം, അംഗീകാരം, പുതിയ സൗഹൃദങ്ങൾ എന്നിവയാണ് ഈ ആഴ്ചത്തെ ഗുണഫലങ്ങൾ. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടരുത്. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ശ്രമങ്ങൾക്കൊടുവിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം കഴിവുകൾ വിശ്വസിച്ച് മുന്നോട്ടു പോവുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പുതിയ നിക്ഷേപങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുകൂലമായ സമയമല്ല. നിലവിലുള്ള ബിസിനസ്സിൽ മിതമായ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ളതിനാൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. കടം നൽകുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണിത്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനത്തിന് അനുസൃതമായ ഫലം ലഭിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ സാധിക്കും. വാശിയും മുൻകോപവും നിയന്ത്രിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുക. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. കുംഭക്കൂറുകാർക്ക് ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും ചിലതിൽ ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് ഈ ആഴ്ച അല്പം സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില വിമർശനങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ സംയമനം പാലിക്കുന്നത് ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ ചില ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർ ഈ ആഴ്ച അല്പം കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ സുതാര്യത ഉറപ്പാക്കുക. അനാവശ്യമായ റിസ്കുകൾ എടുക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചിലവുകൾ വരാം. വീട് മോടിപിടിപ്പിക്കുന്നതിനോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ ആശുപത്രി സംബന്ധമായ ആവശ്യങ്ങൾക്കോ പണം ചെലവാക്കേണ്ടി വന്നേക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ ആഴ്ച ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ലോട്ടറി അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത്. കുടുംബത്തിൽ സമ്മിശ്രമായ അന്തരീക്ഷമായിരിക്കും. സഹോദരങ്ങളുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വീട് മാറാനോ ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ കാര്യത്തിൽ അമിതമായി ഇടപെടരുത്. ഇത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രണയിക്കുന്നവർക്ക് പരസ്പരം വിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടും. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്കും ഗവേഷകർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. പരീക്ഷാഫലങ്ങൾ അനുകൂലമായി വരാൻ സാധ്യത കാണുന്നു. BP അല്ലെങ്കിൽ ഉദരരോഗങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കുക. യാത്രകൾക്കിടയിലുള്ള ഭക്ഷണരീതി ശ്രദ്ധിക്കുക. പുതിയ തീരുമാനങ്ങൾ ഗുണം ചെയ്യും. പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും. വായ്പകൾ എടുക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ
ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാൽ ഉത്രട്ടാതി രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ മനസ്സിന് അല്പം അസ്വസ്ഥത അനുഭവപ്പെടുമെങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ കരാറുകൾ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണിത്. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ഭദ്രത നൽകും. പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച ഒഴിവാക്കുന്നത് ഉത്തമമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ മാനസിക ധൈര്യം നൽകും. വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. ദൂരയാത്രകൾക്ക് അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങൾ നീങ്ങി മംഗല്യഭാഗ്യം സിദ്ധിക്കാൻ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും എന്നതാണ് ഈ ആഴ്ചത്തെ ഗുണഫലം. പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കുക. അപരിചിതരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് കാര്യതടസ്സം നീങ്ങാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.